ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് വന്ന് സഭയായിട്ട് ഞങ്ങൾക്ക് ആരാധിക്കുവാനുള്ള കൃപ അവിടുന്ന് തന്നല്ലോ. കർത്തൃമേശയിലേക്ക് കരം തീട്ടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കി. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കി. കർത്താവെ, തുടർന്നും ഈ ആരാധനയുടെ ഭാഗമായി അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വിതയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പ്രഖ്യാപിക്കുവാൻ അടിയനെയും ശക്തീകരിക്കണമേ. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തു വഴി അങ്ങേക്ക് കരയേറ്റുന്നു. ആമേൻ. അല്പനേരത്തെ വചന ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. കർത്തൃമേശയിൽ സ്ഥിരം നാം വായിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമാവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്ത വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടുകൂടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് 3-ാം നാൾ ആകുന്നു. ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഇവിടെ വിവരിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലം, ദിവസം കഴിയാറായ, അല്ലെ, ഒരു ദിവസം തീരാറായ ആ സമയം, ഈ യാത്ര പോകുന്നവര് ക്ഷീണിതരായി. കാരണം അവർ 7 മൈല് നടന്ന്, സ്വാഭാവികമായിട്ടും അവരിനി ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി അവർ ചെല്ലേണ്ട ആ സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ നടന്ന ആ സംഭവങ്ങൾ അവരുടെ ആ അപ്പോഴത്തെ സാഹചര്യത്തെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അവരാവേശഭരിതരായി മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ യെരുശലേമിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇവർ ദുഃഖിതരായിരുന്നു. ഇവരുടെ മനസ്സ് കലുഷിതമായിരുന്നു. അവര് ഒരു തരത്തില് നിരാശപ്പെട്ടുള്ള യാത്രയാണ്. അങ്ങനെ ആ യാത്രയുടെ അവസാനമാണ് 7 മൈൽ നടന്ന് അവരെത്തേണ്ട സ്ഥലത്ത് എത്താറായപ്പോൾ യേശു അവരോടുകൂടെ ചേർന്നത്. യേശു അവരോടുകൂടെ വന്ന് യേശുവിനെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ സാഹചര്യം മാറി. അവരാവേശഭരിതരായിട്ട് ഉത്സാഹത്തോടുകൂടെ വന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ മടങ്ങി പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുക. അപ്പൊ എന്തിനു വേണ്ടിയാണ് അവർ ഇത്ര ആവേശത്തോടു കൂടി മടങ്ങിപ്പോയത്? ഒരേ ഒരു കാര്യമാണ്, അവർക്ക് എത്രയും വേഗം യെരുശലേമിൽ ചെന്ന്
അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ സഹോദരങ്ങളോട് പറയണം, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന ആ ഒരു കാര്യം പ്രഖ്യാപിക്കുവാൻ അവരാവേശഭരിതരായിട്ട് മടങ്ങിപ്പോയി. അല്ലെ, അവരുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. യോബിന്റെ പുസ്തകത്തില് 19-ാം അധ്യായത്തില് അതിൻ്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ യോബ് ഒരു പ്രഖ്യാപനം ചെയ്യുന്നുണ്ട്. യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. യോബിന് സംഭവിച്ചതെല്ലാം നമുക്കറിയാം. യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ ദേഹം മുഴുവൻ വ്രണങ്ങളായിട്ട് ചിരട്ട കൊണ്ട് ചൊറിഞ്ഞ് അവൻ അങ്ങനെ ആ നിരാശനായിട്ട് നമുക്ക് വേണേ ഇരിക്കുമ്പോൾ, പക്ഷേ അവൻ്റെ നിരാശയ്ക്ക് വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. ആ പ്രത്യാശയാണ് ഇവിടെ യോബ് പ്രഘോഷിക്കുന്നത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ഒരു നിലപാടെടുക്കും, എന്നെ ന്യായീകരിക്കും. ഹി വിൽ സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് മീ. എനിക്ക് വേണ്ടി എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ നിൽക്കും, അവൻ ജീവിച്ചിരിക്കും, എനിക്ക് വേണ്ടി അവൻ ഒരു നിലപാട് എടുക്കും. യോബിന്റെ പ്രത്യാശയാണത്. യോബ് ഭാവിയിലേക്ക് നോക്കും. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ആളുകൾ എന്നെ കുറിച്ച് പറയുന്നതൊന്നും നല്ല കാര്യങ്ങൾ ആയിരിക്കത്തില്ല. പക്ഷെ എനിക്കറിയാം എന്ത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇതിൻ്റെ അന്ത്യത്തിൽ എനിക്ക് വേണ്ടി നിൽക്കും. നമ്മളുടെ നഷ്ടങ്ങളുടെ മധ്യത്തിൽ, നമ്മളുടെ നിരാശയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ പോകാതിരിക്കുമ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ഈ ഒരു പ്രത്യാശ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള ഈ ഒരു പ്രത്യാശ ഉണ്ടോ? അല്ലെ, എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നമ്മളെ നിരോധിച്ചിരിക്കുന്ന കണ്ണുകൾ തുറക്കപ്പെട്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, എന്നാൽ ആ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ ഇന്ന് തുറന്ന് നമ്മളെ ആവേശഭരിതരാക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ഇവിടെ കേട്ട സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അല്ലാതെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റൊരാളോട് പ്രഘോഷിക്കുവാൻ, ഒരാളെ നേടുവാൻ. അപ്പം ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ദിനംതോറും നമുക്കില്ല എങ്കിൽ, ആ ഒരു പ്രത്യാശയിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളും എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ പറയും. എന്താ പറഞ്ഞത്? ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല കാര്യങ്ങള്. ഞങ്ങളുടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചേർന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇവനായിരിക്കും ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന്. അവരുടെ അവസ്ഥ എപ്പോൾ റോമൻ ഭരണത്തിന്റെ കീഴിലാണ്, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരവസ്ഥ. ഇതിൽ നിന്നെല്ലാം കർത്താവ് അവരെ വീണ്ടെടുക്കും, അവരെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷകളെല്ലാം തീർന്നു. വലിയ പ്രതീക്ഷയായിരുന്നു നസ്രായനായ പ്രവാചകനെ കുറിച്ച്. അവർക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷേ അവനെ ക്രൂശീകരിച്ചതോടുകൂടി അതെല്ലാം അസ്തമിച്ചിരുന്നു. 3-ാം നാള് ആയി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സാഹചര്യം കൊണ്ടുവരിക. നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ, കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം, നമ്മുടെ അവസ്ഥകളെല്ലാം, നമ്മുടെ രോഗങ്ങളെല്ലാം, നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മളെ
പുതിയ ഒരു തലം, അവൻ നമുക്ക് വേണ്ടി ഒരു നിലപാടെടുക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. ഇന്ന് ആ ഒരു തലത്തിൽ തന്നെയാണോ? യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിൽ വിശ്വസിക്കാതിരുന്നവര് അവനെ പുച്ഛിച്ചു, യേശുവിനെ നിന്ദിച്ച് അവർ വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അവര് യേശുവിനെ ക്രൂശിച്ച് അവരെ നിന്ദിച്ചപ്പോൾ വിശ്വാസികളായ നമ്മള് യേശുവിനെ പുച്ഛിക്കാറുണ്ടോ? അല്ലെ, യേശുവിനോട് കൂടെ നടന്നവര് അവരെ ആരും പുച്ഛിച്ചിട്ടുണ്ടാകത്തില്ല, വെല്ലുവിളിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ക്രമേണ ഒരു കാര്യം നടന്നു, അവര് ഡിസപ്പോയിന്റഡ് ആയി, അവര് നിരാശരായി. ആ നിരാശ എന്തിലേക്ക് നയിച്ചു? നിന്ദിച്ചവര് പുച്ഛിച്ചവര് വിട്ടുപോയി. കൂടെ നടന്നവര്, വിശ്വസിച്ചവര്, അവര് മുറിയിൽ അടച്ചിട്ട് ഇരുന്നു. അല്ലാത്തവര് ചിലർ യെരുശലേം വിട്ടുപോയി. ആ വിട്ടുപോയവരിൽ 2 പേരെയാണ് നാം ഇപ്പോൾ ഈ വായിച്ച വേദഭാഗത്ത് കണ്ടെത്തുന്നത്. അപ്പൊ ഇത് നമ്മൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന, ചിലപ്പോൾ ബോധപൂർവമല്ലേലും സാവധാനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കുന്നില്ലെങ്കിൽ നമ്മളെ കർത്താവിൽ നിന്ന് വിട്ടു പോകും. അല്ലെങ്കിൽ നമ്മുടേതായ ആ ലോകത്തിലേക്ക് കടന്നുപോകും. അപ്പൊ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത്, യോബ് പറഞ്ഞതുപോലെ, അവൻ നമുക്ക് വേണ്ടി ഒരു നിലപാട്, നമുക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാല് ഈ 2 നടന്നു പോയവർ അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ അവര് മടങ്ങി വന്നു. അവര് നേരത്തെ കേട്ടിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. കല്ലറയിലേക്ക് പോയ ആ സഹോദരിമാര് വന്ന് പറഞ്ഞു, എങ്കിലും അവർക്കത് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. അപ്പൊ ഇത് 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയിൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളെ ഉറപ്പിച്ചു എന്നല്ല, ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അവർക്ക് ആ അവസരത്തില് അവരെ ഒന്നും ഉറപ്പിക്കുകയല്ല ചെയ്തത്, അവരെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്തത്. അവരെ വിശ്വാസത്തിലേക്ക് അത് നടത്തിയില്ല. എന്നാൽ യോബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, യോബിന്റെ സകല കഷ്ടതയിലും യോബിനൊരു പ്രത്യാശയുണ്ടായിരുന്നു. ദൈവം, യോബിന്റെ വീണ്ടെടുപ്പുകാരൻ, ഒരു നാളും യോബിനെ കൈവിടുകയില്ല. അവന് ഒരു നിലപാടെടുക്കും. യോബിനെ ദൈവം ന്യായീകരിക്കും. നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടോ? ഇന്ന് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞ് വിശ്വാസത്തിലായിരുന്ന ദൈവം എന്നെ ന്യായീകരിക്കും, ദൈവം എനിക്ക് വേണ്ടി നിൽക്കും, എൻ്റെ എല്ലാ അവസ്ഥകളിലും നിൽക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം അവരുമായി. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് 24-30 വായിക്കുമ്പോൾ, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നമ്മൾ ഇവിടെ വലിയ ഒരു പാഠം നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രതികൂലത്തിൻ്റെ അപ്പം തിന്നുമ്പോൾ, ദ ബ്രെഡ് ഓഫ് അഡ്വേഴ്സിറ്റി,
ഈ പ്രതികൂലത്തിൻ്റെ അപ്പം തിന്നുമ്പോൾ, അല്ലെ പ്രതികൂലത്തിൻ്റെ അപ്പത്തിൻ്റെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ അപ്പം വെച്ചിട്ടുണ്ട്, ദ ബ്രെഡ് ഓഫ് ബ്ലെസ്സിങ്. ഇത് കാണാതെ വരുമ്പോഴാണ്, ഇതേക്കുറിച്ചൊരു പ്രത്യാശ നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിരാശപ്പെട്ട് പോകുന്നത്, നമ്മൾ ഡിസപ്പോയിന്റഡ് ആകുന്നത്. നമുക്ക് നമ്മുടെ ആവേശമെല്ലാം നഷ്ടപ്പെട്ട് ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല കർത്താവിനെ പിന്തുടർന്നിട്ട് എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പൊ എപ്പോഴും ദൈവം നമുക്കൊരു പ്രതികൂലത്തിൻ്റെ അപ്പം തരുമ്പോൾ അതിലൂടെ ദൈവം നമ്മളെ വലിയ ഒരു പാഠം പഠിപ്പിക്കുവാനാണ്. He wants to teach us. ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നു. അവർക്കവിടെ പ്രതികൂലത്തിൻ്റെ അപ്പം ദൈവം കൊടുത്തു, മന്ന കൊടുത്തു. ഈ 40 വർഷക്കാല പ്രതികൂലത്തിൻ്റെ അപ്പം തിന്നപ്പോൾ ദൈവം അവരെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാണ്. ഇസ്രായേൽ ജനം അത് കാണാതെ പോയതുകൊണ്ട് അവർ പിറുപിറുത്തു, അവർ ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞു, ദൈവത്തിൻ്റെ ദാസനെതിരായിട്ട് തിരിഞ്ഞു. അതിൻ്റെ ഫലമോ അവരെല്ലാം ഈ പ്രതികൂലത്തിൻ്റെ അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നശിച്ചുപോയി, മരുഭൂമിയിൽ പട്ടുപോയി. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകരുത്, നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകരുത്, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകരുത്, സാമ്പത്തിക ക്ലേശങ്ങൾ ഒന്നും ഉണ്ടാകരുത്. പക്ഷേ അങ്ങനെയാണോ ജീവിതം? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടം ഉണ്ട്. ആരോടെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നെ അനുഗമിച്ചോ നിങ്ങൾക്ക് ഒരു കഷ്ടവും വരത്തില്ല? അത് ഇന്നത്തെ കാലത്ത് ചിലർ പോയി പ്രസംഗിക്കുമായിരിക്കും, എല്ലാം നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, എല്ലാം കിട്ടും. അങ്ങനെ കിട്ടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കർത്താവ് പഠിപ്പിച്ചില്ല. കഷ്ടമുണ്ട്, പക്ഷെ ആ കഷ്ടത്തെ ജയിക്കാൻ കഴിയും എന്നാണ്. കാരണം അതിലൂടെ ദൈവം നമ്മളെ വലിയൊരു പാഠം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും, അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും, എന്തിനാണ് കർത്താവ് തരുന്നത്? അതിൻ്റെ മധ്യത്തില് കർത്താവിൻ്റെ ശബ്ദം കേൾക്കും, അവൻ്റെ ഉപദേശം. നിങ്ങളുടെ ഉപദേഷ്ടാവ്, നമ്മുടെ ഉപദേഷ്ടാവ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു, ദൈവമാണ്. ദൈവം നമ്മളെ ഉപദേശിച്ച് നടത്തുകയാണ്. ഇടത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ ഇതാണ് നടക്കേണ്ടത്. അതായത് ദൈവത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ നമ്മുടെ ഉപദേഷ്ടാവായ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ പ്രതികൂലത്തിലൂടെ നടത്തുമ്പോൾ ദൈവം പറയും, മകളെ ഇതാണ് നടക്കേണ്ടുന്ന വഴി, ഇതിലെ നീ നടക്കുക. അപ്പൊ ഈ അങ്ങനെ നടക്കുമ്പോൾ
ഈ പ്രതികൂലത്തിൽ തരുന്ന ആ മന്ന അത് നമ്മെ നിലനിർത്തും. അത് നിലനിർത്തും, നമ്മെ പോഷിപ്പിക്കും, നമ്മെ ശക്തരായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അത് ആ ശക്തിയോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് വലിയൊരു പ്രത്യാശ തരും, നിത്യതയുടെ പ്രത്യാശ. ഇസ്രായേൽ ജനത്തെ 40 വർഷം നിലനിർത്തി വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച 5-ാം ദിവസം മുതൽ മന്ന നിന്നുപോയതായിട്ട് നമ്മൾ അപ്പൊ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആ വീണ്ടെടുപ്പുകാരൻ നമ്മൾ വിട്ടിട്ട് പോവുകയല്ല. അവൻ നമുക്ക് വേണ്ടി ഒരു നിലപാടെടുത്ത് നമ്മോടുകൂടെ നിൽക്കും. നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടു, ഈ റൂത്ത് അമ്മയോടുകൂടെ നവോമിയോടുകൂടെ വന്ന് വയലിൽ നിന്ന് കതിര് പിറക്കിയപ്പോൾ അവര് പ്രതികൂലത്തിന്റെ അപ്പം മോവാബ് ദേശത്ത് കഴിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് അല്ലെ അപ്പത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും അവളോട് നവോമി പറയുന്നുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ നമുക്ക് വേണ്ടി നിലപാടെടുക്കും. ബോവാസ്, അവൻ നമുക്ക് വേണ്ടി നിലപാടെടുക്കും. നവോമിയുടെ പ്രത്യാശ, നവോമിയുടെ വിശ്വാസം. നമുക്കറിയാം, ബോവാസ് നഗര കവാടത്തിൽ വെച്ച് റൂത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തു. വീണ്ടെടുപ്പുകാരൻ. അത് നവോമിയുടെ ഭാവിയെ തന്നെ മാറ്റിക്കളഞ്ഞു. പിന്നീട് ഒരിക്കലും അവൾ കതിര് പിറക്കാൻ പോയേണ്ടി വന്നിട്ടില്ല. അത് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുമെന്നല്ല, ആണോ? അല്ല, പുതിയത് നിത്യതയിലേക്ക് നമ്മെ നടത്തുകയാണ്. നവോമിക്ക് നഷ്ടപ്പെട്ട ഭർത്താവിനെയോ മക്കളെയോ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. പക്ഷേ അതിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കാനല്ല, മറിച്ച് ഭാവിയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യതയിലേക്ക്. അപ്പൊ അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉറപ്പുണ്ടാകണം, കർത്താവ് നമുക്ക് വേണ്ടി ഒരു നിലപാടെടുക്കും, അവൻ നമ്മെ ന്യായീകരിക്കും. അതാണ് യോബിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. 42-ാം അധ്യായം വായിക്കുമ്പോൾ യോബ് ദൈവം നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തു. യോബിനെ കാണാൻ വന്നവരെല്ലാം ഒരു പൊൻനാണയം വെച്ച് യോബിന് കൊടുത്ത് യോബ് പണ്ടത്തേതിലും വലിയ ധനികനായി തീർന്നു. മക്കളും ഒക്കെ പിന്നീട് ദൈവം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ വീണ്ടെടുക്കുമ്പോൾ ദൈവം നമുക്ക് ആ നഷ്ടപ്പെട്ട കാര്യമെല്ലാം തിരിച്ചു തരുമ്പോൾ, പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴെല്ലാം അനുഗ്രഹമാണ്, എല്ലാം ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് വരുന്നത് കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വീണ്ടെടുപ്പിന് ശേഷം അതിലും അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അതേതാണ്? നമ്മളുടെ ജീവിതം ഇവിടെ ശാശ്വതമല്ല. സാമ്പ്രദർ അല്പം മുമ്പ് പറഞ്ഞു, ആഷ്ലി ഡോക്ടർ 10 വർഷം ശുശ്രൂഷ ചെയ്ത് തികച്ച് ദൈവം അവനെ എടുത്തു. ഇല്ലേ? ദൈവം എടുത്തു. ലോകപ്രകാരം നോക്കുമ്പോൾ എന്തെങ്കിലും നേടിയോ? എനിക്കറിയത്തില്ല, ഞാൻ ഈ സഹോദരനെ കണ്ടിട്ടില്ല. പക്ഷേ ലോകപ്രകാരം നോക്കുമ്പോൾ വലിയ പദവിയോ, ഡോക്ടറാണ് തീർച്ചയായിട്ടും, പക്ഷേ ലോകത്തിൽ അങ്ങനെ ആഷ്ലി ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന വലിയ സർജറികളോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലോ അല്ലെ സമ്പന്ന അങ്ങനെ ഒരു ഇതിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ വയലിൽ സമ്പന്നനായിരുന്നു, വേല തികച്ച്. അപ്പൊ ശിഷ്യന്മാരുടെ എല്ലാ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ വീണ്ടെടുപ്പ്
അവരെ ഈ ഭൗതികത്തിലേക്കല്ല നടത്തുന്നത്, ആത്മീയ കാഴ്ചപ്പാടിലേക്ക്. അത് നിത്യതയുടെ കാഴ്ചപ്പാടാണ്. പൗലോസ് പറയുന്നു, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി, അതിലധികം ദൈവം തന്നാൽ അത് സ്വീകരിച്ചു കൊള്ളുക. പക്ഷേ ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, അത് മതി. അതുകൊണ്ട് നമുക്കൊരു കണ്ടന്റഡ് ലൈഫ്, സംതൃപ്തമായ ജീവിതം തരും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് കൂടെ ഉണ്ട്. അപ്പൊ നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കതിര് പിറക്കി കഴിഞ്ഞ് എന്തുണ്ട്? കതിര് പിറക്കി കഴിഞ്ഞ് ഒരു കൊയ്ത്തുണ്ട്. നവോമി റൂത്ത് എന്നും കതിര് പിറക്കുകയല്ലായിരുന്നു. വീണ്ടെടുപ്പുകാരനൊരു നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്തുണ്ടായി. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഈ കൊയ്ത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടത്. അത് ആ കൊയ്ത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭൗതികം അല്ല. ആ കൊയ്ത്തൊരിക്കലും ഭൗതികമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏവരെക്കാളും മഹാസമ്പന്നന്മാര് വെളിയിലുണ്ട്, അഭിവൃദ്ധി പ്രാപിച്ചവരുണ്ട്, ദിനം പ്രതി നേട്ടങ്ങൾ കൈവരിക്കുന്നവരുണ്ട്. അതല്ല, മറിച്ച് നമുക്ക് ആത്മീയമായിട്ടുണ്ടാകുന്ന ആ ഉയർച്ച, നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മൾ അല്പം മുമ്പ് കേട്ടു, മരിക്കുന്നവര്, നിങ്ങൾ ഓർക്കുന്നില്ലേ, അവിശ്വാസികൾ മരിച്ചു കഴിയുമ്പോൾ അടുത്ത നിമിഷം അവരെങ്ങോട്ടാ പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ഉറപ്പില്ലെന്ന്. എന്നാൽ നമുക്ക് ഉറപ്പുണ്ടോ? ഇപ്പൊ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഉറപ്പുണ്ടോ? ആ ഉറപ്പാണ് നമ്മളെ വേർതിരിക്കുന്നത്. ആ ഒരു ഉറപ്പാണ്. ഇന്ന് എനിക്കുള്ളതെല്ലാം ഈ നിമിഷം നഷ്ടപ്പെട്ടാലും, ഞാനിവിടെ നിന്ന് കടന്നു പോയാലും എനിക്കൊരുറപ്പുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ ന്യായീകരിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം അതിൽ നമ്മൾ ഉറയ്ക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം അത്ര ഈ കണ്ടന്റഡ് ലൈഫ്, അല്ലെങ്കിൽ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുന്ന അലംഭാവത്തോടുകൂടി, അതിലും നല്ലത് സംതൃപ്തമായ ജീവിതം. എങ്ങനെ സംതൃപ്തമായത്? ആത്മീയ സംതൃപ്തി. ആ ആത്മീയ സംതൃപ്തിയുള്ള ഒരു മനുഷ്യന്റെ ഗുണം, അവൻ അങ്ങനെയൊന്നും കുലുങ്ങിപ്പോകത്തില്ല, അവൻ നിരാശപ്പെട്ടു പോകത്തില്ല. അവന്റെ ഉള്ളില് ഉള്ള ആ സന്തോഷത്തെ ആർക്കും കെടുത്തിക്കളയാൻ പറ്റത്തില്ല. നമുക്കൊക്കെ പലപ്പോഴും പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ എന്നാ പറയുന്ന ഈ വാടിത്തളർന്ന ചേമ്പിന്റെ തണ്ട് പോലെ താഴോട്ട് കിടക്കുന്ന ആൾക്കാർ പറയാല്ലേ മലയാളത്തിൽ. അതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് നിലനിൽക്കുവാൻ, ശാശ്വതമായിട്ട് നമ്മെ നിർത്തുവാൻ ഇവിടെ നമ്മുടെ ഈ യാത്രയിൽ ഇവിടെ ഉറപ്പോടുകൂടി തലയെടുത്ത് നിൽപ്പാൻ തക്കവണ്ണം നമുക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. അതാണ് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ തളർന്നിരുന്നെങ്കിലും, ക്ഷീണിതരാണെങ്കിലും, നിരാശരാണെങ്കിലും ആവേശഭരിതരായിട്ട് മടങ്ങിപ്പോയി. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അവർ 7 മൈൽ നടക്കാൻ എത്ര ദൂരം എടുത്തുന്ന സമയം എടുത്തില്ല. പക്ഷെ മടങ്ങിപ്പോകാൻ അതിൻ്റെ പകുതി സമയം മാത്രമേ എടുത്തുള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ തിളച്ചു മറിയായിരുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഒന്ന്, ദൈവം നമ്മളെ എല്ലാ തിന്മയിൽ നിന്നും വിടുവിക്കും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഡെലിവർ us ഫ്രം ഈവിൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ
തിന്മയായിട്ടുള്ള എല്ലാം ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തിന്മയുടെ സ്വാധീനമുണ്ട്. നമ്മൾ വേറൊരാളെ കുറിച്ച് വേണ്ടാത്ത കാര്യം പറയുമ്പോൾ, അല്ലെ വേറൊരാളെ കബളിപ്പിക്കാൻ നോക്കുമ്പോൾ, ഒരു ആകാത്ത വാക്ക് പറയുമ്പോൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു തിന്മയുടെ സ്വാധീനമുണ്ട്. ഇത് ഈവിൾ. അതിൽ നിന്ന് ആര് വിടുവിക്കും? ദൈവം നമ്മെ വിടുവിക്കും. നമ്മുടെ വീണ്ടെടുപ്പ് കർത്താവ് പറഞ്ഞത്, ഡെലിവർ us ഫ്രം എവ്രി ഈവിൾ. ഇത് നമ്മുടെ വീണ്ടെടുപ്പിൽ ഈ ബ്രെഡ് ഓഫ് ആഡ്വേഴ്സിറ്റിയിൽ, ഈ പ്രതികൂലത്തിന്റെ അപ്പത്തിന്റെ അവസ്ഥയിൽ നമ്മൾ പ്രത്യാശയോടുകൂടെ നിന്നാൽ, നമുക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്, അവൻ ന്യായീകരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ഉറച്ചു നിൽക്കാനും കർത്താവ് നമ്മെ വിടുവിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ നാം വന്നു കഴിയുമ്പോൾ നമ്മുടെ രക്ഷയെ ദൈവം പ്രസിദ്ധമാക്കും. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല. അതുകൊണ്ടാണ് അവൻ ഉറപ്പോടുകൂടി നിൽക്കുന്നതെന്ന് ആളുകൾ പറയും. അതാണ് സാക്ഷ്യം. യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തില് 48-ാം അധ്യായത്തില് 14, 15, 16 വാക്യങ്ങളില് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആദ്യമായിട്ട് ബൈബിളിൽ അവിടെ നമ്മൾ കാണുന്നു. ഒന്ന്, അനുഗ്രഹിക്കുമ്പം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കുന്നു. യാക്കോബ് തൻ്റെ മക്കളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് യാക്കോബ് പറയുന്നത്, എന്നെയും എൻ്റെ പിതാക്കന്മാരെയും നടത്തിയ, ഷെപ്പേർഡ് ചെയ്ത്, ഇടയനായിട്ട് നടത്തിയ ദൈവം നിങ്ങളെയും നടത്തും. എന്നെ വിടുവിച്ച ദൈവം, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഹു ഡെലിവേർഡ് മീ. ദൈവത്തെ ഏഞ്ചലായിട്ട് കൊടുക്കും, ദൈവത്തിന്റെ ദൂതൻ. ദൈവം എന്നെ വിടുവിച്ച ആ ദൈവം നിങ്ങളെയും വിടുവിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മോട് പറയുന്നത്. ആകയാൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി നിലപാടെടുക്കും. അപ്പൊ പ്രതികൂലത്തിന്റെ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലത്തിന്റെ അപ്പം തിന്നുമ്പോൾ ഉറക്കിയ ഒരു അനുഗ്രഹത്തിന്റെ അപ്പം ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് നമുക്ക് തരും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.
അമ്മേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കേട്ട വചനങ്ങളുടെ മേൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലെ